റോന്ത് റൈറ്റർ ഡയറക്ടർ ഷാഹി കബീർ. പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും. അപ്പൊ ഈ സിനിമ സംസാരിക്കുന്ന ആ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പോലീസുകാർ, ഓഫീസർ ഇൻചാർജ് ആയിട്ടുള്ള ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ക്യാരക്ടറും അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ ആയിട്ടുള്ള റോഷൻ മാത്യുവും, അവരുടെ ഒരു നൈറ്റ് പട്രോളിങ്ങിന്റെ സമയത്ത് അവർ എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന വിവിധങ്ങളായിട്ടുള്ള രാത്രിയിലെ ആ സാഹചര്യങ്ങൾ, അതെങ്ങനെയാണെന്ന് ആ ഒരു പോലീസിന്റെ മുറകൾ, പോലീസ് അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ ആ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്, ഷാഹി കബീറിന്റെ ആ ഒരു കഥയും തിരക്കഥയും ആവുമ്പോൾ ഈ പോലീസിങ്ങും അതുപോലെ തന്നെ പോലീസിന്റെ ആ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി, ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്ന, റിസർച്ച് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള ഈ പോലീസ് ഓഫീസേഴ്സ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ആ സാഹചര്യങ്ങളെല്ലാം എന്തെല്ലാമാണെന്ന് വളരെ നീറ്റായിട്ട് സിനിമാറ്റിക് ആയിട്ട് തന്നെ ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ കണ്ടപ്പോൾ. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച ആ ഓഫീസർ ഇൻ ചാർജ്, അദ്ദേഹം ആ ക്യാരക്ടറിനെ അത്രയും ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഒരു ഇമോഷണൽ തലം, അവരുടെ ആ ഒരു ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആ ചിന്തകളും, എങ്ങനെയാണ് ഈ നൈറ്റ് പെട്രോളിങ്ങിന്റെ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ വിവിധങ്ങളായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലാണ് അവരുടെ ആ ഒരു ബാക്ക് സ്റ്റോറി എല്ലാം അവരുടെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആ ഒരു നടനെ ഇതില് അത്യാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായത്. കാരണം എന്താ വെച്ചാൽ, ഒരു സീനിൽ എനിക്ക് ഇങ്ങനെ തോന്നി, ഒരു സഡൻ ട്രാൻസിഷൻ ഓഫ് ഇമോഷൻസ്, ഒരു ഇമോഷൻ ഉള്ളിൽ പിടിച്ചു വെച്ചിട്ട് സന്തോഷം അഭിനയിക്കുന്ന സീനും അതുപോലെ തന്നെ വേറൊരാൾ കൺസോൾ ചെയ്യുന്ന സീനും പെട്ടെന്ന് റൂഡാവുന്ന സീനും, അങ്ങനെയുള്ള ഒരു മൈന്യൂട്ട് സമയത്തിനുള്ളിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ ചലഞ്ചിങ് ആയിട്ട് വരുന്ന തരത്തിലുള്ള ഒരു റോളാണ് ദിലീഷ് പോത്തൻ ലഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് നമുക്ക് വണ്ടർ അടിച്ചിരുന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ദിലീഷ് പോത്തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ റോഷൻ മാത്യു, അദ്ദേഹത്തിന്റെ ആ ഒരു കിട്ടിയിരിക്കുന്ന റോൾ വളരെ വീക്കായിട്ടുള്ള, എന്താ പറയാ, ഒരു ഇമോഷണലി വീക്കായിട്ടുള്ള, ഒരു സഡനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന, പോലീസിൽ പുതിയതായിട്ട് ചേർന്ന ആ ഒരു പോലീസ് ഓഫീസറുടെ റോൾ അദ്ദേഹം വളരെ കൈയടക്കത്തോടു കൂടി തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വെച്ചാൽ, ഇതിൽ എടുത്തു പറയുന്ന ആ ഒരു പോലീസിങ്ങിന്റെ സിസ്റ്റം, ഒരിക്കലും ഒരു പോലീസും അതുപോലെ തന്നെ പോലീസിങ്ങും ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത്. പോലീസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളാണ്, നമ്മളെല്ലാവരെയും പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും എല്ലാ തരത്തിലുള്ള ചിന്തകളും ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി മാറ്റേഴ്സും എല്ലാം സാധാരണക്കാരെ പോലെ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ വളരെ പ്രഷർ കുക്കർ തലത്തിലുള്ള ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് പോലീസുകാർ. അപ്പോൾ ഈ പോലീസുകാർ പോലീസിങ്ങിലോട്ട് വരുമ്പോൾ ആ സിസ്റ്റത്തിനോട് ചേർന്ന് നിന്ന് ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ അവരെടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അവരുടെ മേൽ വന്ന് ചെല്ലുന്ന ആ ഒരു പ്രഷർ ഫ്രം ദ ടോപ്പ് അതോറിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവർ പഠിച്ചു വന്നിരിക്കുന്ന ആ കാര്യം, ആ പോലീസിംഗ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സിസ്റ്റത്തിന്റെ ആ മോഡ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, പോലീസുകാരുടെ പണി എന്ന് പറയുന്നത് ഉള്ളവന്റെ കയ്യിൽ നിന്നും ഇല്ലാത്തവൻ എന്തെങ്കിലും എടുക്കുന്നത് തടയുക എന്നുള്ളതാണ്. അത് ഒരു ഐറണി പോലെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേളയിൽ ആലോചിക്കുമ്പോൾ അത് ശരിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, അല്ലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ നടക്കുന്നത്, ഏറെക്കുറെ ഇതിൽ കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിയായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഷാഹി കബീർ എന്ന് പറയുന്ന ഈ സംവിധായകൻ, അദ്ദേഹത്തിന്റെ മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന ആ സിനിമകളിലെല്ലാം, ഇലവേഴ പുഞ്ചിറ ആയാലും അതുപോലെ തന്നെ ജോസഫ് ആയാലും എല്ലാത്തിലും ആ ഒരു പോലീസിങ്ങിന്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആള് തന്നെയാണ്. ഈ
അറിവ് വെച്ചുകൊണ്ട് തന്നെ, അത്തരത്തിലുള്ള ആ പോലീസ് അറിവ് വെച്ചുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത തലത്തിലുള്ള വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഇറങ്ങി പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസേഴ്സിന്റെ ഇമോഷണൽ ഭാവങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ട ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ പ്രഷർ അതെല്ലാം കറക്റ്റ് മിക്സ് ചെയ്ത് വന്ന ഒരു നല്ലൊരു സിനിമാറ്റിക് അനുഭവം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് റോന്ത് എന്ന് പറയുന്ന സിനിമ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ദഹിച്ചോളന്നില്ല. പക്ഷേ ഷാഹി കബീർ എന്ന ഒരു ഫിലിം മേക്കറുടെ ആ സിനിമ ലാംഗ്വേജിനെ കുറിച്ച് ഒരു ധാരണയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ക്ലൈമാക്സ് കൊണ്ട് നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ഒന്നും ആവാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് റോന്ത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.